ദശമൂലം ദാമു. വെള്ളം വെള്ളം എന്ന് പറയുമ്പോൾ പപ്പു ഇങ്ങനെ ചാടി ചാടി പോവുക. അങ്ങനെ പലതരത്തിലുള്ള ഷാജി പാപ്പാനെ കണ്ടല്ലേ, അങ്ങനെ പലതരത്തിലുള്ള വേഷവിധാനങ്ങളൊക്കെ ചേർത്തുകൊണ്ട് ഉത്സവ പറമ്പിലേക്ക് ഇത്തരത്തിലുള്ള കലാരൂപങ്ങൾ കൊണ്ടുപോകുമ്പോൾ കലയെ ഇഷ്ടപ്പെടുന്ന, കലയെ ആരാധിക്കുന്ന, കലയെ ഒരു തരത്തിലും താഴ്ത്തിക്കെട്ടാൻ ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനാണ് ഞാൻ. പക്ഷെ ഉത്സവ പറമ്പുകളിൽ ഇത്തരം വേഷങ്ങൾക്ക് എന്താണ് പ്രാധാന്യം? ഒരു പ്രാധാന്യവുമില്ല. കാരണം കാലങ്ങളായിട്ട് ഉത്സവ പറമ്പുകളിൽ നമ്മൾ കണ്ടുവരുന്ന കുറച്ച് വേഷവിധാനങ്ങളുണ്ട്. ദാരികനും കാളിയും വേഷങ്ങൾ എന്ന് തന്നെയാണ് നമ്മൾ പറയാറ്. ഈ ദാരികനും കാളിയും എന്ന വേഷത്തിന് എന്താണ് അമ്പലത്തിൽ പ്രാധാന്യമുണ്ട്. അത് സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് അമ്പലങ്ങളിൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള ദാരികനും കാളിയും എന്ന വേഷങ്ങൾ വരാറ്. ദാരികനും കാളിയും വരുന്നു, അമ്പലം ചുറ്റുന്നു, അമ്പലത്തിന്റെ അകത്ത് വെച്ച് അല്ലെങ്കിൽ അമ്പലമുറ്റത്ത് വെച്ച് ദാരികന്റെയും കാളിയുടെയും ഒരു ആട്ടമുണ്ട്. ദാരികനെ കാളി വധിക്കുന്ന ഒരു ആട്ടം. അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖ എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു ദാരിക കാളിയുടെ വേഷങ്ങൾ അമ്പല ഉത്സവ പറമ്പുകളിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ്. പിന്നെ ഒന്നാണ് കരകാട്ടം. ഇത് തമിഴ്നാട്ടിൽ നിന്നും നമ്മുടെ കേരളത്തിലേക്ക് ചേക്കേറിയതാണ്. ഇതെങ്ങനെ ചേക്കേറുന്നു എന്ന് വെച്ചാൽ തമിഴ്നാടും കേരളവും അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിൽ പതുക്കെ ആ ഒരു ആചാരങ്ങൾ കേരളത്തിന്റെ ഭാഗവുമായി മാറി പിന്നീട് അതും ഉത്സവ പറമ്പുകളിൽ ആടുന്നുണ്ട്. പക്ഷേ പുതുതായി വന്ന ഒരു കാര്യമാണ് ദാമുവിനെ, ദശമൂലം ദാമു, അതുപോലെ കുതിരവട്ടം പപ്പു, ഷാജി പാപ്പാൻ എല്ലാവരും ചേർത്ത് വെച്ചുകൊണ്ട് ഒരു വലിയ അടിപൊളി ആർട്ട് വർക്ക് അങ്ങനെ തന്നെ പറയാം. പക്ഷെ ഉത്സവ പറമ്പുകളിലേക്ക് ഈ പറയുന്ന വേഷങ്ങൾക്ക് എന്ത് പ്രാധാന്യം എന്ന ചോദ്യം അത് പ്രസക്തമായിട്ടുള്ള ചോദ്യം തന്നെയാണ്. വിശ്വാസികളായിട്ടുള്ള ആളുകൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കും. എങ്ങനെയാണ് ഉത്സവ പറമ്പുകളിലേക്ക് ഇത്തരത്തിലുള്ള വേഷങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശിങ്കാരി മേളം, ബാൻഡ് മേളം, നാസിക് ദോൾ, അതുപോലെ പലതരത്തിലുള്ള മേളങ്ങൾ ഉപയോഗിച്ച് നടക്കുന്ന പലതരത്തിലുള്ള വരവുകളും അമ്പലപ്പറമ്പുകളിലേക്ക് വരാറുണ്ട്. പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ദശമൂലം ദാമുവിൻ്റെ ഒക്കെ ആർട്ട് വർക്ക് ഉണ്ടല്ലോ, ഇത് ഉത്സവ പറമ്പിലേക്ക് കൊണ്ടുവരും. ശിങ്കാരിമേളത്തിനിടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുകയോ ചെയ്യുമ്പോൾ അമ്പലപ്പറമ്പിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുള്ള ഒരു ആർട്ട് വർക്കാണോ അത് എന്ന് നിങ്ങളൊന്ന് സ്വയം പരിശോധിക്കേണ്ട അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. എല്ലാ ജാതിയിലും മതത്തിൽപ്പെട്ട ആളുകളൊക്കെ അടുത്തുള്ള ഉത്സവങ്ങളിലൊക്കെ പങ്കെടുക്കും. പക്ഷെ അതൊക്കെ മുറ്റം വരെയുള്ള അമ്പലം മുറ്റം വരെയാണ് അതിനൊക്കെ എന്തുള്ളത്, ഒരു അധികാരം എന്ന രീതിയിൽ. അതൊരിക്കലും ഞാൻ അംഗീകരിക്കാൻ തയ്യാറുള്ള ഒരു മനുഷ്യനൊന്നുമല്ല. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ മതത്തിനും ഒരു അതിർവരമ്പുണ്ട്. അതാരും ഭേദിക്കാൻ ചെല്ലാറില്ല അല്ലേ? അത് ഭേദിക്കാൻ ചെല്ലുമ്പോഴാണ് കലഹങ്ങൾ ഉണ്ടാവാറ്. അപ്പോൾ ഏതൊരു അമ്പലത്തിലാണെങ്കിലും ഈ അമ്പലത്തിലേക്ക് വരുന്ന വരവുകളെല്ലാം അമ്പലം ഒന്ന് ചുറ്റാറുണ്ട്. ഇത് ചുറ്റുന്നതും ഈ ആചാരത്തിന്റെ ഭാഗമായി തന്നെയാണ്. ഓരോ ദേശത്തു നിന്നും വരുന്ന ഓരോ വരവുകൾ അമ്പലം ചുറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള കലാരൂപങ്ങൾ എന്തിനാണ് അമ്പലം ചുറ്റുന്നത്? ഇങ്ങനെയുള്ള കലാരൂപങ്ങൾ അമ്പലം ചുറ്റാമോ, ഇനി ചുറ്റിയിട്ടുണ്ടോ? ഇതൊരു ചോദ്യചിഹ്നം തന്നെയാണ്. അപ്പോൾ കലാരൂപങ്ങളെ ഒരിക്കലും നമ്മൾ താഴ്ത്തി കെട്ടാൻ തയ്യാറല്ല. ഈ സാധനം ഉണ്ടാക്കിയ ഈ ഒരു ആർട്ട് വർക്ക് ചെയ്ത ആളുകൾക്ക് വളരെ കഴിവുള്ള മനുഷ്യന്മാരാണ്, അവർ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ അത് ഉത്സവ പറമ്പിലേക്ക് എഴുന്നള്ളിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു കലാരൂപമായിരുന്നില്ല, അല്ലെങ്കിൽ അല്ല എന്ന് തന്നെയാണ് കമന്റുകൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാവുന്നതും. ഞാൻ ആ കാര്യങ്ങളെ യോജിക്കുന്നുണ്ട് താനും.